കോംപ്രിഹെൻഷൻ സീരീസ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീറീഡിങ് നമ്മൾ ആദ്യമായിട്ട് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് കംപ്ലീറ്റ്ലി വായിക്കും, കറക്റ്റ്? അത് വായിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ബിഫോർ റീഡിങ് ദ ഓപ്ഷൻസ് നമ്മൾ പാസേജ് റീവിസിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സ്റ്റോപ്പ് ആൻഡ് തിങ്ക് അബൌട്ട് ദ ടെക്സ്റ്റ്. ഒന്ന് ചിന്തിക്കുക, നമ്മൾ ആ ടെക്സ്റ്റ് വായിച്ചത് എന്ത് ആണ്, അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് എന്താണ്. ആർ ദ ന്യൂ ഫാക്ട്സ് ആൻഡ് ഐഡിയാസ്, എന്തെങ്കിലും നമുക്ക് അറിയാൻ വയ്യാത്ത ഫാക്ട്സോ ഐഡിയാസോ ഉണ്ടോ? നമ്മൾ നേരത്തെയുള്ള സീരീസിൽ മനസ്സിലാക്കിയിരുന്നു, നമ്മുടെ പ്രീവിയസ് നോളജും നമ്മളുടെ നേരത്തെയുള്ള നോളജും നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിലെ നോളജും കമ്പയർ ചെയ്യണം. അതിൽ ഏതൊക്കെ ഫാക്ട്സ് ആൻഡ് ഐഡിയാസ് നമ്മൾക്കറിയാം, അതുമായിട്ട് യോജിക്കുന്നുണ്ട്, ഏതൊക്കെ വിരുദ്ധമാണ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഡു ദേ മേക്ക് സെൻസ്, ആ ഫാക്ട്സ് ആൻഡ് ഐഡിയാസ് നമുക്ക് ശരിക്കും do we still agree with them, അതും നമ്മൾ ശ്രദ്ധിക്കുക. റീറീഡ് ടു മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ്, കൂടെ കൂടെ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പാസേജിനെ കുറിച്ച് നന്നായി മനസ്സിലാകും. ബാക്കപ്പ് ആൻഡ് റീറീഡ് വെൻ സംതിങ് ഡസന്റ് മേക്ക് സെൻസ് വൈൽ റീഡിങ്. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ട് കൂടെ കൂടെ നമുക്ക് മനസ്സിലാവുന്നില്ല, കീപ്പ് ഓൺ റീഡിങ് ഇറ്റ്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒത്തിരി വലിക്കുകയാണെങ്കിൽ. സോ ഈ റീറീഡിങ്ങിനകത്താണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്രോണിംസ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. സോ ഇഫ് യു ആർ അപ്പിയറിംഗ് ഫോർ എ എക്സാം, നമ്മൾ എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ ഒരു അക്രോണിം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, ഒരു റഫ് വർക്ക് എപ്പോഴും നമ്മൾ ചെയ്തു വെക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ സമയത്തെ സേവ് ചെയ്യും. സോ ദാറ്റ് ഇസ് സംതിങ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ് when you are solving comprehension passages. Now let us start with this passage. Are you all ready? Yes, ma'am. The Library of Ethiopia was the greatest library of the ancient world. Built around 280 BC, this library held as many as 7 lakh books and scrolls. Think of all that ancient wisdom. Some of it was timeless, some of it was rare, much of it was burned. So let's see what are the most important words you feel are there in this passage. What is the main idea? 80 BC. So this is actually based on some library, okay? Then you are talking about a time, fine. Anything that you feel is very, very important, which you don't know? Teacher, the library held as many as 7 lakh books and scrolls. So you have that the library was quite big. That is what they are trying to say. Any word that you don't know? Anything you feel is very, very important? Can you see Most this? of it was rare. Rare, Much of it was burned. burned. So these are some words which should draw your attention. Okay, another timeless. Timeless ennullori word ivide varunundu. Correct. Now let's move. To appreciate the Library of Ethiopia, you have to understand the rarity of books at that time. This library was built 1,600 years before the invention of the printing press. Every text in the collection was handwritten. It took a lot more work to make a book back then. Books were very expensive. The collection of texts at the Library of Ethiopia was priceless in every sense. അപ്പോൾ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഇത് ഇതിന്റെ സെൻട്രൽ ഐഡിയ എന്തായിരിക്കും? എന്താണ് ഈ പാസേജ് മെയിൻലി നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത്? Teacher, about those days. About books. The books in the library. Books in that library. What is the specialty of this passage? ബുക്സിനെ കുറിച്ചാണ്. പക്ഷെ എന്താണ് ഒരു what is the main idea? ആർക്കെങ്കിലും പറയാൻ പറ്റും മെയിൻ ഐഡിയ എന്താണ്? The value of book. Okay, it talks about value of the book, that the books were very expensive. Okay. It was handwritten. Okay, most of the books were handwritten. Very good. Anything that you don't follow? This library was built 1,600 years before The the years, invention. the printing press. So printing press is something that came very much later. Okay. And anything that is not known to you? The collection was handwritten. Collection was handwritten. We have marked that.
So that's it. Hope you have not overlooked anything. Rarity. Rarity of books means what? Rare collection. Very good. Rare collection. Excuse me. Okay. Can someone read this? Ma'am, can I? Yes, please. Can I? Angelina, yes. This library was located in Ethiopia, a seaport of Portia. Sir James established this city in 331 BC. He built a very large empire that respected and preserved knowledge. The Library of Ethiopia grew from this empire. Okay. So what is the central idea? What do you understand from this passage? The history of Teacher, Ethiopia. Okay, it talks about the history of Ethiopia. It talks about Sir James, Sir James. and he established in 331 BC. Okay, he has established this library. It talks about the history. So you can use this acronym. Okay, acronym undakan ninka adalligi flowchart undakan sahayikam. Okay, anything else which you feel is very important? Yeah, in Portia. Teacher, he built Portia. a very What large is in Portia? The library was located. In Ethiopia, and it is a seaport in Portia. So this is what you have understood. Let's move further. The rulers of Ethiopia wanted their library to be a collection of all the world's knowledge. That was a pretty big mission at the time. That's a mission that Google and others are still pursuing today. Can you imagine what it was like trying to collect all the world's knowledge before computers? The rulers of Ethiopia took some extreme actions to pursue their mission. So, what are the main points here? The rulers of Ethiopia wanted to library to Okay, they wanted Creation to of the rulers of collection. Ethiopia. Okay, and then they also talk about Google. അല്ലേ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം കമ്പ്യൂട്ടേഴ്സോ ഗൂഗിളോ ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇവിടെ ഗൂഗിളും കമ്പ്യൂട്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ടേക്കൺ സം എക്സ്ട്രീം സ്റ്റെപ്സ്. അപ്പൊ എന്തൊക്കെ എക്സ്ട്രീം സ്റ്റെപ്സ് അവർ എടുത്തതെന്ന് നമുക്ക് നോക്കാം. They sent royal agents across the known world to collect texts. They gave these agents large sums of money and instructed them to buy any book that they could find. They preferred old texts, but they would buy books written by any author on any subject. This passage is what is this passage all about? How they accomplished They them. have collected so many books. Yes, it is talking about a sequence. There was a sequence. Endaka sequence first endana They sent royal agents Royal across the royal whole world. agents. So that was number 1. Okay. Second, He gave them large sum of money to Money. collect Gave these agents large sums of money to and buy. instructed them to buy any book. They preferred And older texts. older texts And then, but they also were ready to buy books written by any author. by an author Books or written by any any author. അപ്പൊ ഇതിൽ On എന്ത് any മനസ്സിലാക്കാം? ഇവരുടെ എന്താണ് ഉദ്ദേശം? What is the main idea of this passage? ultimate intent establish to the collect library. any books, all the What all They efforts want they so took? many books. Yes. As time passed, the rulers of Ethiopia became more aggressive in their mission. They searched for books on all ships that entered their ports. Ethiopia was a trading hub and many ships came and went. Government agents seized every book that they found. They brought the books to the library and scholars would copy them. Sometimes the library kept the originals. Then they returned the copies to the visitors. So what do you understand? What are the major points here? Again, these are sequence of events. So what is the first thing? Any word that you've not The followed? rulers of Ethiopia became more aggressive in their mission. Aggressive. Yes, they became aggressive. How? What all ships things? that entered their ports. They searched. That is number 1. Then they seized every book. That is number 2. Number 3, they brought the books to the library and copied them. That is number 3. And they kept the originals and returned the copies. Number 4. Copies to the visitors. So these are some of the things they have done in this passage. ഇതെല്ലാം നമ്മൾ എഴുതി എടുക്കുക. Okay. Another interesting acquisition involved the Assyrians. Armenia was a neighboring city-state to Ethiopia in the Armenian Empire.
Ethiopians wanted some classic Greek texts from the Assyrians. They convinced the Ethiopians to lend them the original copies of these texts. The Ethiopians claimed that they could copy these texts. The Ethiopians gave the Assyrians a tremendous sum to secure the loan. What did you understand from this part? About the Assyrian, Armenian. Okay, it's more about Assyrians ne kurichana, Armenian ne kurichana. Pinna Ethiopians endana Assyrians ne koduthathu? Or tremendous sum to Loan secure the ആണ്. loan. Loan കൊടുത്തു. എത്രയാണ് കൊടുത്തത്? 1,000 pounds of silver as collateral. The Ethiopians did copy the books, but they returned the copies to the Assyrians. The Ethiopians happily forfeited the collateral to keep the original text. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ അവർ എന്താ കൊടുത്തേക്കുന്നത്? കൊലാട്രൽ ഒരു പുതിയ വേർഡ് അല്ലേ, നമുക്കറിയാൻ പറ്റുന്ന വേർഡ്. പിന്നെ അവരെന്ത് ചെയ്യുന്നു? forfeited the collateral. അപ്പോൾ യൂഥോപ്യൻസ് എന്താണ് അവരുടെ, നമുക്ക് എന്ത് ക്വാളിറ്റി അവരിൽ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? യൂഥോപ്യൻസിന് എന്തിന്റെ ക്രേസ് ആയിരുന്നു? Books. ബുക്സിന്റെ ക്രേസ്. Collecting books. അവർക്ക് ബുക്സിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അവർക്ക് ബുക്സ് ആയിരുന്നു ഇമ്പോർട്ടന്റ്, മണി ആയിരുന്നു ഇമ്പോർട്ടന്റ്. Books were important. ബുക്സ് were important. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, അതിന്റെ സീക്വൻസ്, ഇവന്റ്സ് ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വേണം പാസേജിലേക്ക്. ആദ്യം നമ്മുടെ റീഡിംഗ് തന്നെ അത്ര എഫക്റ്റീവ് ആയിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഓപ്ഷൻസിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഒരു ക്ലിയർ കട്ട് ഐഡിയ ആ പാസേജിനെ കുറിച്ച് നമ്മൾക്ക് കാണും. സോ ഇസ്n't that വെരി ഗുഡ്? ഒരു നല്ല ഐഡിയ അല്ലേ? Yes, teacher. ഇപ്പൊ എല്ലാരും ഇത് അപ്ലൈ ചെയ്യണം and try to score full marks in your MCQ. എല്ലാരും ചെയ്യല്ലോ? Yes, Yes, teacher. ma'am. Okay, so thank you for joining. ഇന്നത്തെ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ആവുകയാണ്. See you in the next session with more important practice. So keep practicing and keep watching all the videos. Like ചെയ്യാൻ മറക്കരുത്. Okay, thanks for joining. Take care and watch more videos. Thank you, Thank ma'am. you. Thank you, ma'am. Thank you. Thank you. Thank you, Thank you, everyone. teacher.